ഈ 14 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കുട്ടിയുടെ ബന്ധുവായ ഒരു 14-കാരനാണ് പെൺകുട്ടി ഗർഭം ധരിച്ചതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി അച്ഛനും അമ്മയും കുറച്ചു നാളായി പിരിഞ്ഞുകഴിയായിരുന്നു. അച്ഛനോടൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. ഇവിടെ സ്കൂളിൽ അവധി വന്ന സമയത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ വീടിന് സമീപത്താണ് ഈ ബന്ധുവായ കുട്ടിയുടെ വീട്. അവിടെ വെച്ചാണ് ഈ ഇത്തരത്തിൽ പീഡനം ഉണ്ടായെന്നാണ് പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ച് പോലീസ് എന്തായാലും ആൺകുട്ടിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കും. ഇയാളെ ജുവനൈൽ ഹോമിലേക്ക്. ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു പയ്യൻ എന്ത് ചെയ്തു, അവിടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന്, അവൻ്റെ ക്ലാസ്സിലുള്ള ഒരു സീനിയേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഭയങ്കരമായിട്ടുള്ള റാങ്കിങ്ങിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞ് 26ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി ചാവുകയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സംസാരിച്ച സമയത്തും നമ്മുടെ കേരളത്തിൽ ഇപ്പം എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ഓരോ ദിവസം ഓരോ ന്യൂസ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ന്യൂസുകളാണ് കേൾക്കുന്നത്. ഇപ്പം ഇതേ കണക്ക് ഈ ഒരു കാര്യം 14 വയസ്സുള്ള ഒരു കുട്ടി പ്രസവിച്ചു. അതും ഇതേ പ്രായമുള്ള ഈ ഒരു കുട്ടിയുടെ അതേ പ്രായമുള്ളൊരു പയ്യനാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ ന്യൂസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേന് കുട്ടികളുള്ള പലരും പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം അവരെ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം മെയിനായിട്ടുള്ള കാരണം ഈ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കാൻ നിൽക്കാതെ എന്തു പറയുക, അവർ ജോലി തിരക്കെന്ന് പറഞ്ഞ് പോകും. ഈ ജോലി ചെയ്യുന്നതല്ല ഇവരെ മക്കൾക്ക് വേണ്ടി, പക്ഷെ അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉള്ള രക്ഷിതാക്കൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ചേഞ്ചസ്, അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഓരോന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്ത് നല്ലോണം വളർത്തിയ മോനാ അല്ലെങ്കിൽ മോളായി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ ഓപ്പണായിട്ട് പറയത്തുള്ളൂ. നിങ്ങൾ അതിൻ്റെ സമയം കണ്ടെത്തേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ കുട്ടികൾ ജനിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, ഭാവിയിൽ വളർന്നു വരുന്ന ആ കുട്ടികൾ നിങ്ങൾ അധികം സ്പെൻഡ് ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്നാലേ അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് അവരെ ഭാവിക്കും ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കും അവരുടെ അടുത്ത് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.